its base with the axis perpendicular to HP. അതായത് ഈ പ്രോബ്ലത്തിലെ ഒരു സിലിണ്ടർ ആണ് ഒബ്ജക്റ്റ്, ഡയമീറ്റർ 50 ആൻഡ് ആക്സിസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. സോ ഹൈറ്റ് ഈസ് 65 millimeter. റെസ്റ്റ് വിത്ത് ഇറ്റ്സ് ബേസ്, ഓൺ ഇറ്റ്സ് ബേസിൽ റെസ്റ്റ് ചെയ്യുന്നു. ഒരു സിലിണ്ടറിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ സർക്കിൾ ആണ്, സർക്കിളിൽ റെസ്റ്റ് ചെയ്യുന്നു. സച്ച് ദാറ്റ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു HP, ആക്സിസ് HPക്ക് പെർപെൻഡിക്കുലർ ആണ്. ദെൻ അതിനെ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് കട്ട് ബൈ ദ കട്ടിംഗ് പ്ലെയിൻ. ഒരു കട്ടിംഗ് പ്ലെയിൻ ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്യുന്നു പെർപെൻഡിക്കുലർ ടു VP. ആ കട്ടിംഗ് പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. ഇൻക്ലൈൻഡ് അറ്റ് 45 degree ടു HPക്ക് 45 degree ഇൻക്ലൈൻഡ് ആണ്. ആൻഡ് പാസിംഗ് ത്രൂ എ പോയിന്റ് ഓൺ ദി ആക്സിസ് 25 mm ഫ്രം ദ ടോപ്പ്. അതായത് ആ കട്ടിംഗ് പ്ലെയിൻ 25 mm ഫ്രം ദ ടോപ്പിൽ നിന്ന് 25 mm മാറിയിട്ടാണ് ആ കട്ടിംഗ് പ്ലെയിൻ. ഡ്രോ ദ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം, സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കണം, ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ദി ലാറ്ററൽ സർഫസ് ഓഫ് ദ സിലിണ്ടർ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഓപ്പൺ ചെയ്ത് വെക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ ഒരു 3D ഇത് കാണിച്ചു തരാം ആദ്യം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓക്കെ, സോ ഞാൻ ദാ HP VP വരയ്ക്കുകയാണ്. So this is my HP, this is my VP. അപ്പൊ ഇവിടെ ആരിപ്പുണ്ട്? ഒരു സിലിണ്ടർ ഇരിപ്പുണ്ട്. ആ ഒരു സിലിണ്ടർ ഞാൻ വരയ്ക്കുകയാണ് ഇവിടെ. കറക്റ്റ് ഷേപ്പ് ഒന്നും അല്ല, ഒരു സിലിണ്ടർ. ഓക്കെ, മൗസ് വെച്ചാ വരയ്ക്കുന്നത്. സോ മൗസ് വെച്ച് വരയ്ക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇനി ഇവിടെ ആരുണ്ട്? ഒരു കട്ടിംഗ് പ്ലെയിൻ ഉണ്ട്. അപ്പൊ ഇതിനെ ഒരു പ്ലെയിൻ വെച്ച് മുറിക്കാൻ പോയാണ്. ഓക്കെ, അപ്പൊ ഒരു പ്ലെയിൻ ഇവിടെ വരയ്ക്കാൻ പോയാണ്. ഇതാ ഇങ്ങനെ ഒരു പ്ലെയിൻ ഉണ്ട്. ഓക്കെ, പിന്നെ അഭിഷേക് ഇത് കാണുന്നുണ്ടോ? ഞാൻ വരയ്ക്കുന്ന പ്ലെയിൻ ഈ HP VP വരച്ചേക്കുന്ന കാണുന്നുണ്ടോ? കാണാം സാർ, കാണാം. ഓക്കെ ഓക്കെ, ശരി. സോ അപ്പൊ നമ്മള് ഇതാ ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ട്. സിലിണ്ടറിന്റെ ഇങ്ങനെ മുറിക്കുകയാണ്, കട്ടിംഗ് പ്ലെയിൻ വെച്ച് മുറിക്കുകയാണ്. അപ്പൊ ഈ കട്ടിംഗ് പ്ലെയിന് ഇവർ പറഞ്ഞേക്കുന്നത് എത്ര ഡിഗ്രി ഇൻക്ലൈൻ ടു ഇൻക്ലിനേഷനില്ല, ഒരു സർട്ടൺ ആംഗിളിൽ ചരിഞ്ഞാണ് ഈ കട്ടിംഗ് പ്ലെയിൻ നിൽക്കുന്നത്. അത് പറഞ്ഞേക്കുന്നത് എത്ര ഡിഗ്രിയാണെന്ന് അറിയാം? 45 degree ഇൻക്ലൈൻ ടു HP ആണ്. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 degree ആണ്. 45 degree ഇൻക്ലൈൻ ടു HP. ഓക്കെ, അപ്പൊ ഇങ്ങനെ വെച്ച് മുറിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ ഇത്രയും പോർഷൻ അങ്ങ് മുറിഞ്ഞു പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ചരിഞ്ഞൊരു ഇങ്ങനെ ഒരു പോർഷൻ മുറിഞ്ഞു പോകുന്നത്. ഇവിടെ കണ്ടോ? ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു പോർഷൻ മുറിഞ്ഞു പോകും. ഓക്കെ, പിന്നെ അപ്പൊ ഇവര് നമ്മളോട് പറഞ്ഞേക്കുന്ന ഡ്രോ ദ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോ എന്താണോ കാണുന്നത് ഇത് വരയ്ക്കണം, ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. പിന്നെ മേളിൽ നിന്ന് നോക്കുമ്പോ എന്താ? ടോപ്പ് വ്യൂ. മേളിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പ് വ്യൂ കാണാം. ടോപ്പ് വ്യൂവിൽ ഇതേ ഇപ്പൊ ഈ മുറിയുന്ന പോർഷൻ ഉണ്ടല്ലോ, ഇതിനെയാണ് സെക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ ആ കട്ടിംഗ് പ്ലെയിൻ വെച്ച് മുറിയുന്ന പോർഷനെയാണ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അവർ പറഞ്ഞേക്കുന്നത് സെക്ഷണൽ ടോപ്പ് വ്യൂ. അപ്പൊ മേളിൽ നിന്ന് നോക്കുമ്പോ എന്തുകൂടാ ഞാൻ കാണുന്നത്? സെക്ഷനോട് എനിക്ക് കാണാം, കാരണം മേളത്തെ ആ പോർഷൻ മുറിച്ചു കളഞ്ഞു ഈ പ്ലെയിൻ വെച്ചിട്ട്. അപ്പൊ സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കണം. അത് ഫ്രണ്ട് വ്യൂ വരയ്ക്കണം, സെക്ഷണൽ ടോപ്പ് വ്യൂ. ആൻഡ് ദ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഓപ്പൺ ചെയ്യണം, തുറന്നു വെക്കണം. ഓക്കെ, ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഓപ്പൺ ചെയ്യണം. പിന്നെ ഈ പ്ലെയിനിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ പ്ലെയിൻ ഈ മുകളിൽ നിന്ന് എത്ര പിന്നെ താഴോട്ട് മാറിയിട്ടാണ് നിൽക്കുന്ന ആക്സിസ് ലൈൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇതിന്റെ സെന്റർ ലൈൻ, ഇതിന്റെ സെന്ററിൽ കൂടെ പോകുന്ന ലൈനാണ് ആക്സിസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് താഴോട്ട് മാറിയിട്ടാ? 25 mm ഫ്രം ദ ടോപ്പ്. ഇതാണല്ലോ ടോപ്പ്, ഇതാണല്ലോ ഈ സിലിണ്ടറിന്റെ ടോപ്പ്. ഇതാണല്ലോ സിലിണ്ടറിന്റെ ടോപ്പിൽ നിന്ന് താഴോട്ട് എത്ര മാറണം? ആക്സിസ് ലൈനില് 25 mm മാറിയിട്ട് ആ പോയിന്റിൽ കൂടെയാണ് ആര് പാസ് ചെയ്യുന്നത്? ദിസ് ഈസ് ദ കട്ടിംഗ് പ്ലെയിൻ. ഇതിനെയാണ് ഈ ചുമന്ന കളറിൽ വരച്ചതിനെയാണ് നമ്മൾ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് കട്ടിംഗ് പ്ലെയിൻ. ദിസ് ഈസ് കോൾഡ് കട്ടിംഗ് പ്ലെയിൻ. ഓക്കെ, അപ്പം ഇത്രയും ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ആനന്ദ് ക്ലിയർ ആണോ ഞാൻ ഇത്രയും പറഞ്ഞത്? ക്ലിയർ സർ. ഓക്കെ, ജൂഡിത്ത് ക്ലിയർ സർ. ഓക്കെ, അഡോണ ക്ലിയർ അല്ലേ? ആ സർ. ഓക്കെ, ആദം ക്ലിയർ സർ. ഓക്കെ, പിന്നെ അഭിഷേക് ക്ലിയർ സർ.
ഓക്കെ, ശരി. അപ്പൊ ഇനി നമ്മളിത് വരയ്ക്കാൻ പോവാം. അപ്പൊ ഞാനിത് ആദ്യം വരയ്ക്കുമ്പോൾ ആദ്യം ഞാൻ ഇതിന്റെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ നമ്മൾ ആസ് യൂഷ്വൽ എന്തായിരിക്കും, അതായത് നമ്മള് ഇതിനെ ആദ്യം നമ്മൾ മുറിക്കാത്ത ഫ്രണ്ട് വ്യൂ, മുറിക്കാത്ത ടോപ്പ് വ്യൂ വരയ്ക്കും. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്, നമുക്കറിയാം ഇതിന്റെ ടോപ്പ് വ്യൂ എന്തായിരിക്കും, സർക്കിൾ ആയിരിക്കും ആദ്യം വരുന്നത്, കറക്റ്റ് അല്ലേ? പിന്നെ ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും, ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ റെക്ടാംഗിൾ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഡയമീറ്റർ എത്ര തന്നിട്ടുണ്ട്, എത്രയാ ഡയമീറ്റർ? സോ ഡയമീറ്റർ അവർ തന്നേക്കുന്നത് ഐ തിങ്ക് 50 അല്ലെ? സോ 50 ഡയമീറ്റർ ആണ്. ദെൻ ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? സോ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 65 ആണ്. ഹൈറ്റ് ഈസ് 65. ഓക്കെ, സോ ഹൈറ്റ് 65, ഡയമീറ്റർ 50. ഓക്കെ, അപ്പൊ ഞാൻ അത് വരയ്ക്കാൻ പോകണം ആദ്യം. ഓക്കെ, സോ എന്റെ കൂടെ വരച്ചോളുക നിങ്ങൾ, ഇല്ലെങ്കിൽ പിന്നെ വരച്ചാലും മതി, റെക്കോർഡിംഗ് നോക്കി. ഓക്കെ, സോ ആദ്യം ഞാൻ XY ലൈൻ വരച്ചു. ഓക്കെ, then I will draw the top view circle. സർക്കിൾ വരച്ചു. സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാ? സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 50 ആണ്. വരച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനെ എന്ത് ചെയ്തു, ഞാൻ ഇതിനെ പ്രൊജക്ട് ചെയ്യാണ് മേളിലോട്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 65 ആണ്. 65. This height is 65. സോ ഞാൻ ഇതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരച്ചു. ഓക്കെ, സോ ഓക്കെ, ഇനി ഞാൻ എന്താ വെച്ചാൽ ഇതിനെ, ഈ സർക്കിളിനെ ഞാനൊന്ന് ഡിവൈഡ് ചെയ്യണേ. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ നെയിം ചെയ്യണമെങ്കിൽ നമുക്ക് സർക്കിളിന് കോർണർ ഒന്നുമില്ല. അപ്പൊ നമുക്ക് നെയിം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാന് ഈ സർക്കിളിനെ ഒന്ന് ഡിവൈഡ് ചെയ്തു, 8 ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. ഡിഗ്രി വെച്ചിട്ട് 45 ഡിഗ്രി വെച്ചിട്ട് എന്ത് ചെയ്തു, ഞാൻ ഇതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യാണ്, ഞാൻ ഇതിനെ പ്രൊജക്ട് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ്. മേളിലത്തേന് A,
മേളിലത്തെ 2 സർക്കിൾ ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ, മേളിലും താഴെ സർക്കിൾ ഉണ്ട്. അപ്പൊ മേളിലത്തെ സർക്കിളിന് ഞാൻ എ എന്ന് കൊടുത്തു, താഴത്തെ സർക്കിളിന് പി എന്ന് കൊടുത്തു. ഉണ്ടോ? സോ അപ്പൊ എ ബ്രാക്കറ്റിൽ പി എന്ന് കൊടുത്തു ഈ പോയിന്റ്. അപ്പൊ മേളിലത്തെ സർക്കിളിന്റെ പോയിന്റ് എ, താഴത്തെ പി. സിമിലർലി അടുത്തതിന് എന്ത് കൊടുക്കാൻ എനിക്ക്? ബി ബ്രാക്കറ്റ് ക്യൂ. ബി ബ്രാക്കറ്റ് ക്യൂ. ഓക്കെ. സിമിലർലി അടുത്തതിന് ഞാൻ സി ബ്രാക്കറ്റില് ആർ. ഹലോ, ഞാൻ പറയുന്ന കേൾക്കാവോ? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായോ ഇടയ്ക്ക്? ഹലോ, ഹലോ ആനന്ദ്, കേൾക്കാം. ഓക്കെ. സ്ക്രീൻ കാണാം? ഓക്കെ ഓക്കെ, ശരി. ഓക്കെ. സോ എ ബി സി. അടുത്ത നെക്സ്റ്റ് ഈസ് ഡി. ഡി ബ്രാക്കറ്റില് എസ്. Then this is E ബ്രാക്കറ്റില് P. അടുത്തത് എഫ് ബ്രാക്കറ്റില് ഇ യു. ഓക്കെ, എഫ് ബ്രാക്കറ്റില് യു. അടുത്തത് ജി ബ്രാക്കറ്റില് പി. ജി ബ്രാക്കറ്റില് വി. അടുത്തത് എച്ച് ബ്രാക്കറ്റില് ഡബ്ല്യു. എച്ച് ബ്രാക്കറ്റില് ഡബ്ല്യു. ഓക്കെ, ശരി. ഇനി ഈ പേരുകൾ നേരെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മേളിൽ കൊടുക്കണം, ഫ്രണ്ട് വ്യൂവിൽ കൊടുക്കണം. അപ്പൊ മേളിലത്തെ സർഫസിന്റെ പേര് അറിയാമല്ലോ, ABCD എന്നാ കൊടുത്തത്. സോ അപ്പൊ ഈ എയുടെ നേരെ മേളിലോട്ടുള്ള പോയിന്റ് എ ഡാഷ് വരും. ദിസ് ഈസ് എ ഡാഷ്. ഓക്കെ, ഇനി അറ്റത്തെ പോയിന്റ് എ ഡാഷ്. അടുത്ത ഏതൊക്കെയാ മേളിലത്തെ പോയിന്റ്? ബിയും ഉണ്ട്, എച്ചും ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ഡാഷ് കോമ എച്ച് ഡാഷ്. ബി ഡാഷ് കോമ എച്ച് ഡാഷ്. ഓക്കെ. അടുത്തത് നടുക്കത്തേത്, ഇവിടെ സിയും ഉണ്ട്, ജിയും ഉണ്ട്. അപ്പൊ ഇവിടെ സി ഡാഷ് കോമ ജി ഡാഷ്. സി ഡാഷ് കോമ ജി ഡാഷ്. ഓക്കെ. അടുത്തത് ഡിയും എഫും. അപ്പൊ ഇവിടെ ഡി ഡാഷ് കോമ എഫ് ഡാഷ്. ഡി ഡാഷ് കോമ എഫ് ഡാഷ്. അടുത്തത് ഇ എന്നുള്ള പോയിന്റ്. സോ ദിസ് പോയിന്റ് ഈസ് ഇ ഡാഷ്. ദിസ് പോയിന്റ് ഈസ് ഇ ഡാഷ്. ഓക്കെ. ഇനി താഴത്തെ പേര് എന്തോ? ഞാൻ PQRS അല്ലെ? അപ്പൊ അത് അതുപോലെ കൊടുക്കുക. ദിസ് ഈസ് പി ഡാഷ്. ദിസ് ഈസ് പി ഡാഷ്. അടുത്തത് ക്യൂവും ഡബ്ല്യു ആണ്. അപ്പൊ ഇവിടെ അതുപോലെ കൊടുക്കുക, ക്യൂ ഡാഷ് ഡബ്ല്യു ഡാഷ്. ക്യൂ ഡാഷ് ഡബ്ല്യു ഡാഷ്. ക്യൂ ഡാഷ് ഡബ്ല്യു ഡാഷ്. അടുത്തത് ദിസ് ഈസ് ആറും വിയും ആണ്. സോ ദിസ് ഈസ് ആർ ഡാഷ് വി ഡാഷ്. ആർ ഡാഷ് കോമ വി ഡാഷ്. ആർ ഡാഷ് വി ഡാഷ്. ദിസ് ഈസ് എസ് ആൻഡ് യു. അപ്പൊ ഇവിടെ എസ് ഡാഷ് കോമ യു ഡാഷ്.
S dash comma U dash. Then next is T dash. This point is T dash. Okay. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഞാൻ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വരച്ചു. ഇനി നമ്മൾ കട്ടിംഗ് പ്ലെയിൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോവാം. അപ്പൊ കട്ടിംഗ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം എത്ര ഡിഗ്രി ചരിഞ്ഞായിരിക്കുന്നത്? 45 ഡിഗ്രി. ആൻഡ് ആക്സിസിൽ മേളിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 25 മില്ലിമീറ്റർ മാറിയിട്ട്. അപ്പൊ ഞാൻ ഫ്രണ്ട് വ്യൂവിൽ ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 മില്ലിമീറ്റർ മാറിയിട്ട് ആക്സിസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. ഇവിടെ ടോപ്പില് 25 മാറിയിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഒരു ലൈൻ വരയ്ക്കണം. അതാണ് കട്ടിംഗ് പ്ലെയിൻ. സച്ച് ദാറ്റ് ഇതിന്റെ ആംഗിൾ എത്രയെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ദിസ് ആംഗിൾ ഈസ് 45 ഡിഗ്രി. ഓക്കെ. 45 ഡിഗ്രിയിൽ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഇതിന് പേര് കൊടുക്കുക. ദിസ് ഈസ് ദ കട്ടിംഗ് പ്ലെയിൻ. കട്ടിംഗ് പ്ലെയിൻ. അപ്പൊ ഇത് വെച്ചിട്ടാണ് മുറിക്കുന്നത്. കണ്ടോ? അപ്പൊ ഈ കട്ടിംഗ് പ്ലെയിൻ വെച്ചിട്ട് മുറിക്കുമ്പോൾ ആൻഡ് ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് മേളിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ്? 25 ആണ്. കണ്ടോ? ഈ ഡിസ്റ്റൻസ് 25 ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കട്ടിംഗ് പ്ലെയിനിന്റെ മുകളിലുള്ള പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ലൈറ്റ് ആയിട്ടേ വരയ്ക്കാവുള്ളൂ. കണ്ടോ? ബാക്കി കട്ടിംഗ് പ്ലെയിന്റെ താഴെയുള്ളത് മാത്രം ഡാർക്ക് ആയിട്ട് വരയ്ക്കുക. കട്ടിംഗ് പ്ലെയിന്റെ മുകളിലുള്ളതെല്ലാം നമ്മൾ ലൈറ്റ് ആയിട്ടേ വരയ്ക്കാവുള്ളൂ. കണ്ടോ? ഓക്കെ. കണ്ടോ? അപ്പൊ ദിസ് ഈസ് അവർ ഫൈനൽ ഫ്രണ്ട് വ്യൂ. പക്ഷെ ആ മേളിലത്തേത് ഡിലീറ്റ് ചെയ്ത് കളയരുത് കേട്ടോ. ആ മേളിലത്തേത് ഡിലീറ്റ് ചെയ്ത് കളയരുത്. കട്ടിംഗ് പ്ലെയിന്റെ താഴെയുള്ള ഏരിയാസ് മാത്രം ഡാർക്ക് ആയിട്ട് വരയ്ക്കുക. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ആനന്ദ് ക്ലിയർ ആയോ? ക്ലിയർ ആ സർ. ഓക്കെ. ഓക്കെ. സോ ദിസ് ഈസ് ദി ഫ്രണ്ട് വ്യൂ. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ടിംഗ് പ്ലെയിന് ഇവിടെ നോക്കിയേ, നമ്മുടെ ഇവിടെ എല്ലാം കട്ട് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒക്കെ ഉള്ള പോയിന്റ്സ് മാർക്ക് ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് കട്ടിംഗ് പോയിന്റ്സ് അല്ലെങ്കിൽ സെക്ഷൻ പോയിന്റ്സ് എന്ന് പറയും. ഓക്കെ. അപ്പൊ ഞാൻ ആദ്യം ലെഫ്റ്റിൽ നിന്ന് തുടങ്ങുകയാണ്. ഇവിടെ ഒരു ഇമാജിനറി ലൈൻ മാത്രമേ ഉള്ളൂ. ഇതിനെ ജനറേറ്റർ ലൈൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ആദ്യത്തെ കട്ടിംഗ് പോയിന്റ് മാർക്ക് ചെയ്യാണ്. 1 ഡാഷ്. കട്ടിംഗ് പ്ലെയിൻ ഇവിടെ ഒരു ഇമാജിനറി ലൈനിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഏത് ലൈനില്? എ ഡാഷ് പി ഡാഷ്. കണ്ടോ? മേളത്തെ പോയിന്റ് എ ഡാഷ്, താഴത്തെ പോയിന്റ് പി ഡാഷ്. അപ്പൊ എ ഡാഷ് പി ഡാഷിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ 1 ഡാഷ്. ഇനി അടുത്ത ഈ ലൈനിൽ വരുമ്പോ നോക്കിയേ, ഇവിടെ താഴെ ടോപ്പ് വ്യൂവിലോട്ട് നോക്കിയേ, ബി ക്യൂ എന്ന് പറയുന്ന ഒരു ലൈനും ഉണ്ട്, എച്ച് ഡബ്ല്യു എന്ന് പറയുന്ന ഒരു ലൈനും ഉണ്ട്. അതായത് ബി ഡാഷ് ക്യൂ ഡാഷും ഉണ്ട്, എച്ച് ഡാഷ് ഡബ്ല്യു ഡാഷ്. അപ്പൊ ഇവിടെ 2 പോയിന്റ് വരും. ഇനി ആ 2 പോയിന്റ് പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒന്ന് ബി ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഫ്രണ്ടിലും എച്ച് ഡബ്ല്യു എന്ന് പറയുന്ന പോയിന്റ് ബാക്കിലുമാണ്. അപ്പൊ നമ്മൾ ഫ്രണ്ടിലുള്ള പോയിന്റിന് മാത്രമേ ആദ്യം പേര് കൊടുക്കാവുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ 2 ഡാഷ് കൊടുത്തു. ദിസ് ഈസ് 2 ഡാഷ്. അവിടെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, അത് പക്ഷെ ഇപ്പൊ കൊടുക്കരുത്. 2 ഡാഷ്. സിമിലർലി അടുത്ത ലൈൻ വരുമ്പോ കട്ടിംഗ് പ്ലെയിൻ അഗെയിൻ 2 ലൈനെ കട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? സി ഡാഷ് ആർ ഡാഷിലും കട്ട് ചെയ്യുന്നുണ്ട്, ജി ഡാഷ് വി ഡാഷ്. കണ്ടോ? സി ഡാഷ് ആർ ഡാഷ്, ദെൻ ജി ഡാഷ് വി ഡാഷ്. അതിൽ ഒരെണ്ണം ഫ്രണ്ടിലാണ്. ഏത്? സി ആർ ഫ്രണ്ടിലാണ്, ജി വി പുറകിലാണ്. അപ്പൊ ഫ്രണ്ടിലുള്ളതിന് മാത്രം ആദ്യം കൊടുക്കുക, പേര് കൊടുക്കുക. ദാറ്റ് ഈസ് 3 ഡാഷ്. 3 ഡാഷ്. ഓക്കെ. ഇനി അടുത്ത ലൈൻ കട്ടിംഗ് പ്ലെയിൻ അടുത്തടുത്ത് കട്ട് ചെയ്യുമ്പോൾ നോക്കിയേ, ഡി എസും ഉണ്ട്, എഫ് യു ഉണ്ട്. കണ്ടോ? ഡി ഡാഷ് എസ് ഡാഷും എഫ് ഡാഷും ഉണ്ട്. അതിൽ ഫ്രണ്ടിലുള്ളത് ഏതാ? ഉള്ള ലൈൻ ഏതാ? ഡി ഡാഷ് എസ് ഡാഷ്. അപ്പൊ അതിന്റെ പേര് മാത്രമേ ആദ്യം കൊടുക്കാവുള്ളൂ, 4 ഡാഷ്. പക്ഷെ അവിടെ ഒന്നുകൂടെ ഉണ്ട്, ഒരു പോയിന്റ് കൂടെ ഉണ്ട്, അതിപ്പോ കൊടുക്കരുത്, 4 ഡാഷ്. ദെൻ ഇവിടെ ഏറ്റവും അവസാനം വരുമ്പോ ഒറ്റ ലൈനേ ഉള്ളൂ. ഏതാണ്? ഇ ടി എന്ന് പറയുന്ന ലൈൻ. കണ്ടോ?
ഇ ഡാഷ് ടി ഡാഷിൽ കട്ട് ചെയ്യുന്നു, അതിന് 5 ഡാഷ് എന്ന് കൊടുക്കാം, 5 ഡാഷ്. അപ്പൊ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും കഴിഞ്ഞു. ഇനി അവിടുന്ന് തിരിച്ചു വരണം. അവിടുന്ന് തിരിച്ച് ആ ലൈനെ കൂടെ തന്നെ തിരിച്ചു വരുമ്പോ ഈ 4 ഡാഷിന്റെ അവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അതിന് അടുത്ത പേര് കൊടുക്കുക. എന്താണ്? 6 ഡാഷ്. അപ്പൊ ഇപ്പൊ അവിടുത്തെ 2 പോയിന്റും ക്ലിയർ ആയല്ലോ, 4ഉം 6ഉം ആയി. ഇനി തിരിച്ച് അടുത്ത ലൈനെ കൂടെ വരുമ്പോ അടുത്ത പോയിന്റ് ഇവിടെ കൊടുക്കണം, 7 ഡാഷ്. അപ്പൊ അവിടുത്തെ 2 പോയിന്റും കംപ്ലീറ്റ് ആയി. പിന്നെ അടുത്തത് തിരിച്ചിവിടെ ലാസ്റ്റ് ഇവിടെ വരുമ്പം ഈ പോയിന്റ്, ദിസ് ഈസ് 8 ഡാഷ്. ഓക്കെ, അപ്പൊ ദിസ് ഈസ് കോൾഡ് കട്ടിംഗ് പോയിന്റ്സ്. അപ്പൊ കട്ടിംഗ് പോയിന്റ്സ് ഞാൻ മാർക്ക് ചെയ്തു. 1 2 3 4 5 അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ പുറകിലുള്ളത് 6 7 8. ഓക്കെ, ഇനി ഈ കട്ടിംഗ് പോയിന്റ്സിനെ നേരെ ടോപ്പ് വ്യൂയിലോട്ട് മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്കറിയാം 1 എവിടുത്തെ പോയിന്റ്? എ പി. അപ്പൊ എ പിയിലോട്ട് തന്നെ, ഇതാണ് എ പി. അപ്പൊ എ പിയിൽ 1 കൊടുക്കുക. അതുണ്ട്, കണ്ടല്ലോ 1. എ പി എന്നുള്ള പോയിന്റ് തന്നെയാണ് 1, കണ്ടോ? ഇനി അടുത്ത 2 ഉണ്ട്, 2ഉം 8ഉം ഉണ്ട്. 2 എവിടുത്തെ പോയിന്റ് ആണ്? 2 ബി ക്യൂവിലെ പോയിന്റ് ആണ്. അത് നേരെ കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കുക. 8 എവിടുത്തെ പോയിന്റ്? 8 എച്ച് ഡബ്ല്യു ആണ്. അപ്പൊ 8 ഇതാ ഇവിടെ കൊടുക്കുക. എച്ച് ഡബ്ല്യു എന്നുള്ള പോയിന്റിന് 8 കൊടുക്കുക. ഇനി അടുത്ത ഏതാ? 3ഉം 7ഉം. 3ഉം 7ഉം. 3 സി ആറിലെ പോയിന്റ് ആണ്. സോ സി ആറിൽ തന്നെ 3 കൊടുക്കുക. ദെൻ അതിന്റെ പുറകിലത്തെ പോയിന്റ് ആണ് 7 ജി വി. ജി വിയുടെ അവിടെ 7 കൊടുക്കുക. അടുത്തത് 4ഉം 6ഉം. 4 ഡി എസിലെ പോയിന്റ് 4 ആണ്. സോ ദിസ് ഈസ് 4. ദെൻ ഇവിടെ എഫ് യുവില് 6. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഏതാണ്? 5. ഇ ടി എന്ന് പറയുന്ന പോയിന്റ് 5. ഓക്കെ, അപ്പൊ ഈ 1 2 3 ഈ എലക്ഷൻ വേറെ കണ്ടോ? സോ ഈ 1 2 3 4 5 6 7 8 എന്ന് പറയുന്നതാണ് എന്ത്? നമ്മുടെ സെക്ഷൻ. അതായത് മുറിയുന്ന പോർഷൻ ഉണ്ടല്ലോ, കട്ടാവുന്ന പോർഷൻ, അതാണ് ആ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഈ ടോപ്പ് വ്യൂവിൽ റെപ്രസെന്റ് ചെയ്യണം. അതിന് നമ്മൾ ഒരു പ്രത്യേക രീതിയിലാണ്. അതെങ്ങനെയാന്ന് വെച്ചാല് അതിനെ നമ്മൾ ഹാച്ചിങ് ലൈൻ എന്നാ പറയുന്നത്. ഹാച്ചിങ് ലൈൻ അല്ലെങ്കിൽ ഹാച്ച്ഡ് ലൈൻ എന്ന് പറയും. കണ്ടോ? ഈ 1 2 3 4 5 6 7 8 അതിനകത്ത് കണ്ടോ ഞാൻ ഇങ്ങനെ 45 ഡിഗ്രി ലൈൻസ് ചരിച്ചു വരച്ചേക്കുന്നത്. ദിസ് ഈസ് കോൾഡ് സെക്ഷണൽ ടോപ്പ് വ്യൂ. അതാണ് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻ നമ്മളോട് എന്ത് വരയ്ക്കാൻ. വെറുതെ ഒരു ടോപ്പ് വ്യൂ വരയ്ക്കാനാണോ പറഞ്ഞേക്കുന്നത്? അല്ല. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? സെക്ഷണൽ ടോപ്പ് വ്യൂ എന്നാ പറഞ്ഞേക്കുന്നത്. സെക്ഷണൽ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ആ ടോപ്പ് വ്യൂവിനകത്തിൽ എന്തുണ്ട്? സെക്ഷൻ ഉണ്ട്. സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 1 2 3 മുറിഞ്ഞു പോയ പോർഷൻ സെക്ഷൻ. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞു. ജൂഡിത്ത് ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ കട്ടിംഗ് പ്ലെയിൻ വരച്ചു, കട്ടിംഗ് പോയിന്റ്സ് വരച്ചു, സെക്ഷണൽ ടോപ്പ് വ്യൂ വരച്ചു. ഇനി ഇതിന്റെ ഡെവലപ്മെന്റ് വരയ്ക്കാൻ പോവാം. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്ന എന്തൊക്കെ വരയ്ക്കാനാ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ചു കാണുമല്ലോ നിങ്ങൾ. ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. സോ ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. അപ്പൊ ഞാൻ ഫ്രണ്ട് വ്യൂ ആണ് ഇവിടെ വരച്ചേക്കുന്നത്. ഞാൻ ഫ്രണ്ട് വ്യൂ വരച്ചു. ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഫ്രണ്ട് വ്യൂവില് കട്ടിംഗ് പ്ലെയിനും കട്ടിംഗ് പോയിന്റ്സും എല്ലാം ഉണ്ട്. ഫ്രണ്ട് വ്യൂ. പിന്നെ താഴെ എന്താ വരച്ചിട്ടുണ്ട്? ടോപ്പ് വ്യൂ ഉണ്ട്. പക്ഷെ ടോപ്പ് വ്യൂവിൽ എന്തും കൂടെ ഉണ്ട്? സെക്ഷനും കൂടെ ഉണ്ട്. അതിനെയാണ് സെക്ഷണൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഇനി ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ഒരു സിലിണ്ടറിനെ തുറന്നു വെക്കുമ്പോൾ ആദ്യം എന്താ വരുന്നത് നിങ്ങൾക്ക് അറിയാം. എന്താ വരുന്നത്? ഒരു പൈപ്പ് നമ്മൾ മുറിക്കുക. ഒരു പൈപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു പൈപ്പ് നമ്മൾ എടുത്തിട്ട് അതിന്റെ നടുക്ക് വെച്ച് മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുവാ കിട്ടുന്നത്? ഒരു റെക്ടാങ്കിളാ കിട്ടുന്നത്. ശരിയല്ലേ? റെക്ടാങ്കിൾ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താ? ഒരു റെക്ടാങ്കിൾ. അപ്പൊ സിലിണ്ടറിനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു റെക്ടാങ്കിളാ കിട്ടുന്നത്. അപ്പൊ റെക്ടാങ്കിളിന്റെ ലെങ്ത് എത്രയാന്ന് ആർക്കെങ്കിലും പറയാമോ? റെക്ടാങ്കിളിന്റെ ലെങ്ത് എത്രയാന്ന് ആർക്കെങ്കിലും പറയാമോ ആർക്കെങ്കിലും?
അഭിഷേകിന് അറിയാമോ? അഭിഷേക്, അതതിന്റെ സർക്കംഫറൻസ് ഫോർട്ടീനാണോ സാർ? സർക്കംഫറൻസ് അത് തന്നെ 2πr. 2πr മനസ്സിലായോ? 2πr കേട്ടോ, 2πr. അപ്പൊ എത്ര വരുമെന്ന് പറയാം, കാൽക്കുലേറ്റർ ഒന്ന് നോക്കി. 2 ഇൻറ്റു പൈ ഇൻറ്റു ആർ. എന്ന് പറഞ്ഞ സിലിണ്ടറിന്റെ റേഡിയസ്. സിലിണ്ടറിന്റെ റേഡിയസ് എത്രയായിരുന്നു? 25 അല്ലേ? അപ്പൊ കാൽക്കുലേറ്ററിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറ, എത്ര കിട്ടി? പറയാമോ? ആരെങ്കിലും ഒന്ന് പറയാമോ? 157. എത്രയാണ്? 157. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ XY ലൈനിൽ 157 ലെങ്തിൽ ഒരു ലൈൻ വരച്ചു കണ്ടോ. എന്നിട്ട് ആ റെക്ടാംഗിൾ വരയ്ക്കുക. ഓക്കെ, സോ ലെങ്ത് എന്ന് പറഞ്ഞാൽ 157 ആയിരിക്കും. ബ്രെഡ്ത്ത് എത്ര ആയിരിക്കും? ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് തന്നെ. ഏതിന്റെ? നമ്മുടെ സിലിണ്ടറിന്റെ ഹൈറ്റ് എത്രയാ? 65 ആണ്. സിലിണ്ടറിന്റെ ഹൈറ്റ് 65 ആണ്. ഓക്കെ, അപ്പൊ ഇത് വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ സർക്കിളിനെ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്ത്? 8 ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത്. സോ ഈ 157നെ നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സർക്കിളിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തായിരുന്നു. അതേപോലെ ഈ 157നെ നമ്മൾ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യണം? 8 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. കാൽക്കുലേറ്ററിൽ ഒന്ന് കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്തേ. 157/8 എത്ര എന്ന് പറഞ്ഞു? 157/8 19.625. ഓക്കെ, അപ്പൊ 19.625 ഇത് വരയ്ക്കുക. കണ്ടോ, 19.625 8 ലൈൻസ് വരയ്ക്കുക. 19.625 19.625 19.625 19.625 19.625 19.625 കണ്ടോ. 19.625 ഞാൻ എന്ത് ചെയ്തു? 19.625 ഇതെല്ലാം ഞാൻ വരച്ചു. കണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിന് പേര് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഈ സിലിണ്ടറിന്റെ മേളത്തെ സർഫസിന് കൊടുത്തേക്കുന്ന പേരെന്തുമായിരുന്നു? ആ എ തൊട്ട്, സോ എ മേളത്തെ സർഫസ് ABCD ആ കൊടുത്തേക്കുന്നത്, അറിയാമല്ലോ നിങ്ങൾക്ക്. AB അത് അതുപോലെ കൊടുക്കുക. ABC, അടുത്ത പോയിന്റ് C, then D, then E, F, then G, then H. ഓക്കെ, ABCDEFGH, ഫൈനലി എ. എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ, ഏത് പോയിന്റിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ. ഇനി താഴത്തെ പേരെന്തായിരുന്നു? P, then Q, R, S, T, U, V, W, and finally P. കണ്ടോ? ക്ലിയർ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കട്ടിംഗ് പോയിന്റ്സിനെ നേരെ ഇങ്ങോട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യുക. ഈ 1' എന്നുള്ള പോയിന്റിനെ ഇങ്ങോട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്യുക. ഒരു ലൈൻ വരച്ചാൽ മതി. കണ്ടോ, XY ലൈന് പാരലായിട്ട്. എന്നിട്ട് ഈ 1 എന്നുള്ളത് എവിടുത്തെ പോയിന്റ് ആണെന്ന് നോക്കി? AP-യിലെ പോയിന്റ്. അപ്പൊ AP എവിടെയൊക്കെ ഉണ്ടോ? AP ഇതാ ഇവിടെ. എവിടെയൊക്കെയാണോ AP ഉള്ളത് അവിടെ എല്ലാം 1 എന്ന് കൊടുക്കുക. അപ്പൊ ഇവിടെയും 1 ഉണ്ട്, ഇവിടെ AP ഉണ്ട് 1. അപ്പൊ അതിന് 1 എന്ന് പേര് കൊടുത്തു. അടുത്തത്
2ഉം 8ഉം ആണ്. അപ്പൊ ഇവിടെ ഈ പോയിന്റിനെ ട്രാൻസ്ഫർ ചെയ്യുക, ലൈൻ വരയ്ക്കുക ഇങ്ങോട്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 2 എവിടുത്തെ പോയിന്റ് ആണ്? ബി ക്യൂവിലെ പോയിന്റ് ആണ് 2. അപ്പൊ ഇതാണ് ബി ക്യൂ. അപ്പൊ ബി ക്യൂവിൽ ഞാൻ ഇവിടെ 2 കൊടുത്തു. ബി ക്യൂവിൽ ഞാൻ ഇവിടെ 2 കൊടുത്തു. ദെൻ 8 എവിടുത്തെ പോയിന്റ് ആണ്? 8 എച്ച് ഡബ്ല്യൂവിലെ പോയിന്റ് ആണ്. എച്ച് ഡബ്ല്യു എന്ന് പറഞ്ഞ 8 ഇതാ ഇവിടെ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഇതേപോലെ തന്നെ 3ഉം 7ഉം, ഇതാ 3ഉം 7ഉം ഇതേപോലെ റൈറ്റിലോട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ 3 എന്ന് പറയുന്നത് നോക്കിയേ, സി ആറിലെ പോയിന്റ് ആണ് 3. സി ആർ എവിടെ? ദിസ് ഈസ് സി ആർ. അപ്പൊ അതിന് 3 എന്ന് കൊടുക്കുക. 3. ഓക്കെ, ദെൻ അടുത്ത 7 എവിടുത്തെ പോയിന്റ്? ജി വി എവിടെ? സോ ദിസ് ഈസ് ജി വി. അപ്പൊ ജി വിയുടെ അവിടെ 7 കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് 4ഉം 6ഉം. ഓക്കെ, ദാ ഇവിടുന്ന് റൈറ്റിലോട്ട് പ്രൊജക്ട് ചെയ്തു. 4 എന്ന് പറയുന്നത് ഡി എസ്. സോ വേർ ഈസ് ഡി എസ്? സോ ദിസ് പോയിന്റ് ഈസ് 4. ദിസ് പോയിന്റ് ഈസ് 4. ആൻഡ് 6 എന്ന് പറയുന്ന എഫ് യു. സോ എഫ് യു എന്ന് പറയുന്ന 6. ആൻഡ് ഫൈനലി 5 എന്ന് പറയുന്ന പോയിന്റ് എവിടുത്തെയാണ്? ഇ ടി ആണ്. സോ ഇ ടി എവിടെ? ഇതാണ് ഇ ടി. അപ്പൊ ഈ ഇ ടി എന്ന് പറയുന്ന ഈ പോയിന്റ് തന്നെയാണ് 5. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് 1 2 3 4 5 കിട്ടി. ഇനി നമ്മൾ ഇതിനെ ജോയിൻ ചെയ്താൽ മാത്രം മതി, നമ്മുടെ ഡെവലപ്മെന്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുന്ന് പി എന്ന് 1ലോട്ട്, പി എന്ന് 1ലോട്ട് വരച്ചു. ദെൻ ഇതിന്റെ ബേസ് എപ്പോഴും ഡാർക്ക് ആയിരിക്കും. ബേസ് ഡാർക്ക് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, സോ ബേസ് ഞാൻ ഡാർക്ക് ആയിട്ട് വരച്ചു. പിന്നെ ഇവിടുന്ന് വണ്ണിന്ന് 2 3ലോട്ട് വരച്ചു. ആർക്കാ വരയ്ക്കേണ്ടത്? കാരണം ഇത് കർവ്ഡ് സർഫസ് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ. സോ 3 4 5. 5 6ഉം 7ഉം. Then 7 8 1. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ എന്ത്? ദിസ് ഈസ് ദി ഡെവലപ്മെന്റ്. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് അവരെന്താണെന്നറിയാം? നമ്മളോട് ചോദിച്ചേക്കുന്നത് അവര് എന്താണ്? ലാറ്ററൽ സർഫസ് ഡെവലപ്മെന്റ് എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ വരച്ചേക്കുന്നത് ലാറ്ററൽ സർഫസ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം ഇതിന്റെ താഴെ ഒരു സർക്കിളും കൂടെ ഉണ്ട്. അപ്പൊ ആ സർക്കിളും കൂടെ നിങ്ങൾ വരച്ചു വെക്കുകയാണെങ്കിൽ അതിനെ ഫുൾ ഡെവലപ്മെന്റ് എന്നാ പറയുന്നത്. ഫുൾ ഡെവലപ്മെന്റ്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് താഴോട്ട് ഒരു ലൈൻ വരച്ചു. അതിന്റെ സർക്കിളിന്റെ റേഡിയസ് എത്രയായിരുന്നു? ഇതിന്റെ 25. സോ 25 റേഡിയസിൽ, സോറി, ഓക്കെ, സോ 25 റേഡിയസിൽ ഞാനൊരു സർക്കിൾ വരച്ചു. ഓക്കെ, എന്നിട്ട് ആ സർക്കിളിനെ നിങ്ങൾ എത്രയായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കണം? 8ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുക. അതായത് ഫുൾ ഡെവലപ്മെന്റ് ചോദിച്ചാൽ മാത്രം കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റനിൽ ഇപ്പൊ ചോദിച്ചേക്കുന്നത് എന്തുവാ? ഞാനിപ്പോ ഫുൾ അങ്ങ് പറയുവാണ്, കാരണം പരീക്ഷയ്ക്ക് എങ്ങാനും ചോദിച്ചാൽ അറിയത്തില്ലല്ലോ. സോ ഇപ്പൊ ഈ ക്വസ്റ്റനിൽ ചോദിച്ചേക്കുന്നത് ലാറ്ററൽ സർഫസ്. ലാറ്ററൽ സർഫസ് ചോദിച്ചാൽ ഇത് വരയ്ക്കണമെന്നില്ല കേട്ടോ. താഴത്തെ ഈ ഒരു സിലിണ്ടറിന്റെ ഈ സർക്കിളിന്റെ ഇത് ബേസ് കൂടെ വരയ്ക്കണമെന്നില്ല.
വരച്ചു വെച്ചു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 45 ഡിഗ്രി. ഓക്കെ, ഇപ്പൊ ഞാൻ ടി എന്നാണ് നോക്കിയേ, ഞാനിപ്പോ ടി എന്നാണ് ഈ സർക്കിൾ വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ടിയുടെ അടുത്ത് കിടക്കുന്ന പോയിന്റ് ഏതാ? എസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സർക്കിളിന് പേര് കൊടുക്കുമ്പോൾ ടിയുടെ ഇപ്പുറത്തെ പോയിന്റ് എസ് തന്നെ കൊടുക്കണം. കണ്ടോ? എസ്. ഓക്കെ, അപ്പൊ ഇനി ടിയുടെ അപ്പുറത്ത് കിടക്കുന്ന പോയിന്റ് ഏതാ? യു ആണ്. ഓക്കെ, അപ്പം ഈ സർക്കിളിന് പേര് കൊടുക്കുമ്പോൾ ഇപ്പുറത്തെ പോയിന്റ് എന്തായിരിക്കണം? ഇത് യു ആയിരിക്കണം. കണ്ടോ? ഇനി എസിന് ഇപ്പുറത്തെ പോയിന്റ് ഏതാ? 6 ആണ്. അപ്പൊ ഇവിടെ 6, ഈ പോയിന്റിന് 6 എന്ന് കൊടുക്കുക. 6. ഓക്കെ, 6ന് ഇപ്പുറത്തെ പോയിന്റ് ഏതാ? ക്യൂ ആണ്. അപ്പൊ ആ പോയിന്റ് ഇവിടെ കൊടുക്കുക, ക്യൂ. ദെൻ ക്യൂവിന്റെ അപ്പുറത്ത് കിടക്കുന്ന പോയിന്റ് ഏതാ? ക്യൂവിന്റെ അപ്പുറത്ത് കിടക്കുന്ന പോയിന്റ് പി ആണ്. അപ്പൊ പി ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പം പി ക്യൂ ആർ എസ് ടി യു. ഇനി ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ, യു. അപ്പൊ ഇവിടെ വി വരും, ഇവിടെ വി വരും. അപ്പൊ ഇവിടെ എന്ത് വരും? ഡബ്ല്യു വരും. അപ്പൊ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എന്ന് പറഞ്ഞ സർക്കിൾ ഉണ്ട്. പക്ഷെ മേളത്തെ എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്ന് പറയുന്ന സർക്കിൾ ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല. കാരണം എന്താ? കാരണം അത് ഓൾറെഡി കട്ടായി പോയി, നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തപ്പോ. സോ ദിസ് ഈസ് ദ സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എ സിലിണ്ടർ. ഇത് ക്ലിയർ ആണോ? അഭിഷേക്, ഇത് ക്ലിയർ ആണോ? അഭിഷേക്? ഓക്കെ, ആദം? സാർ താഴത്തെ സർക്കിൾ വരയ്ക്കുന്ന ഫുൾ ഡെവലപ്മെന്റ് വരയ്ക്കുമ്പോഴാണോ? അതായത് താഴത്തേത് നമ്മളോട് പരീക്ഷയ്ക്ക് ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നോക്കിയേ. ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ലാറ്ററൽ സർഫസ് ഡെവലപ്മെന്റ് എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ താഴത്തെ ഈ സർക്കിൾ വരയ്ക്കേണ്ട കാര്യമില്ല. ഈ ലാറ്ററൽ എന്ന് പറഞ്ഞ ഈ വെർട്ടിക്കൽ സർഫസ് ഉണ്ടല്ലോ, അത് മാത്രം ഡെവലപ്പ് ചെയ്താൽ മതി. മനസ്സിലായോ? ഇപ്പൊ ഞാനിപ്പം ഈ വരച്ചേക്കുന്ന എന്താണ്? ഫുൾ. ഞാനിപ്പോ ഇവിടെ എഴുതി വെക്കാം, നിങ്ങൾ അതുപോലെ എഴുതി വെച്ചോ. ഫുൾ ഡെവലപ്മെന്റ്. ഓക്കെ, ഞാനിപ്പോ വരച്ചേക്കുന്ന ഫുൾ ഡെവലപ്മെന്റ് ആണ്. ഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തം, എല്ലാം ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുക. കണ്ടോ? ഫുൾ ഡെവലപ്മെന്റ്. ലാറ്ററൽ ചോദിച്ചാൽ ഇപ്പൊ ഇതൊരു സ്ക്വയർ പിരമിഡ് ആയിരുന്നെങ്കിൽ ഈ താഴെ എന്തുകൂടെ വരും? സ്ക്വയർ പ്രിസം ആയിരുന്നെങ്കിൽ താഴെ ഒരു സ്ക്വയർ കൂടെ വരും. അത്രേ ഉള്ളൂ. മനസ്സിലായോ? പെന്റഗണൽ പ്രിസം ആണെങ്കിൽ താഴെ ഒരു പെന്റഗണോട് വരും. ഹെക്സഗണൽ പ്രിസം ആണെങ്കിൽ താഴെ ഒരു ഹെക്സഗണോട് വരും. അത്രേ ഉള്ളൂ. ഇത് സിലിണ്ടർ ആയതുകൊണ്ട് താഴെ ബേസിന്റെ ഷേപ്പ് എന്താ? സർക്കിൾ ആയതുകൊണ്ട് താഴെ സർക്കിൾ വന്നു. ആനന്ദ് ക്ലിയർ ആണോ? ആനന്ദ്, എന്തെങ്കിലും സംശയം ഉണ്ടോ? ചോദിക്കേ ആനന്ദ്. ക്ലിയർ സർ. ഓക്കെ, അപ്പൊ ഇത് സെക്ഷന്റെ ആദ്യത്തെ പ്രോബ്ലം ആണ്. അപ്പൊ നമുക്കിപ്പോ 12:30 അതിനു മുമ്പ് ജൂഡിത്ത് ക്ലിയർ ആണോ? ഇത് ജൂഡിത്ത്? ഓക്കെ, സംശയം എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അഡോണ? ഓക്കെ, അപ്പൊ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തോ. അപ്പൊ ഇനി നമുക്ക് ഇതാണ് സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇനി നമുക്ക്